ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ വന്നിരുന്ന ഡെയിൻമി ലൈഫായിട്ട് തന്നെ രാവിലെ തന്നെ അടിച്ചിട്ടില്ലേ, നമ്മൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ശേഷം കിച്ചണിലോട്ട് കയറിന്. കിച്ചണിലോട്ട് കയറിയിട്ട് നമ്മൾ മെയിൻ്റെ ഒന്ന് ഫ്രീ ആണെങ്കിൽ എന്താക്കണോ, നല്ല സ്ട്രോങ്ങിൽ എന്തെങ്കിലും ചായ കോഫിയോ എന്തെങ്കിലും കുടിക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ കോഫിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഈ കുറേ ആൾക്ക് രാവിലത്തെ ചായ കുടിക്കുന്ന പതിവില്ലല്ലേ. പക്ഷെ നമുക്കിതൊന്ന് എൻജിന് ചൂടാക്കിയില്ലെങ്കിലേ പിന്നെ ഒന്ന് ബ്രെയിൻ വർക്കാവേ ഇല്ല. ഇതൊന്നും നല്ല സെറ്റായിട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് ചായ കുടിച്ചെങ്കിൽ മാത്രമാണ് പിന്നെ നമുക്ക് ഒരു സെറ്റാകുന്നത്. ഇവിടെ നമ്മൾ മാപ്പിളുടെ മനടലിൽ മാപ്പിളുടെ മങ്ങൾ കഴിഞ്ഞിട്ട് വന്ന പാടൊന്നും കുടിക്കലില്ല വെറും ചായ. പക്ഷെ നമുക്ക് മസ്റ്റാണ് നമ്മളെ മൊഗ്രെല്ലാം പെറുപാടുണ്ടാകുമ്പോൾ. അപ്പോൾ ആടെ എന്തായാലും കുടിക്കണം. ഇവിടെ ഞാൻ വന്ന പാടൊരു പുതിനാട്ടിയിട്ട് അവർ ചെറിയൊരു നാൾക്കിടല ഉണ്ടാവില്ല, വന്നപാട് കുടിക്കല്ലേ. പിന്നെ ഉമ്മല്ല നീ അങ്ങ് കുടിക്കുന്നില്ല, പ്രശ്നമില്ല, നീ വേണം വെച്ചിട്ട് കുടിച്ചതല്ലേ. പിന്നെ ഞാൻ ഡെയിലി കുടിക്കാൻ തുടങ്ങി. ഓരെല്ലാം നിസ്കരിച്ചിട്ടായിട്ട് സുബിസ്കാരവും തെല്ലാം കഴിഞ്ഞിട്ടില്ലേ റൂമിൽ തന്നെ പുറത്ത് വരലില്ല. പിന്നെ വെയ്യാന്ന് വരുന്നത് 7-8 മണിയാകുമ്പോൾ. പക്ഷെ നമുക്ക് ആ ഒരു രാവിലെ വെച്ചിട്ട് ചായ കുടിച്ചില്ലെങ്കിലേ ഇപ്പോൾ ഒന്നല്ല മുമ്പേ ഉള്ളതൊരു ശീലമാണ്. അത് കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു കിരക്കര പായില്ല. അങ്ങനെ അതങ്ങനെ ശീലിച്ച് പിന്നെ മുഗ്രാലല്ലേ മസ്റ്റല്ലേ വെറും ചായ അല്ലേ. നമ്മ ഈ വെറും ചായ എന്നല്ല ചെല്ലുക കാസർഗോഡല്ലോ. അങ്ങനെ വെറും ചായ മാത്രമല്ല, ചെല്ലുന്ന വെറും ചായ കൂട്ടാൻ കുടിക്കുന്നത് ബിസ്ക്കറ്റാ റസ്ക മിച്ചറ എന്തെങ്കിലും ഉണ്ട് നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ നല്ല അടിപൊളി. ഞാനിന്ന് പാക്കിയത് കോഫിയല്ലേ, കോഫിയാന്ന് തോന്നുന്നു, ഓർമ്മയില്ല, കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാനും അസ്രു ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് കോഫി കുടിക്കല. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, ഈ അസ്രു ആരും എൻ്റെ മാപ്പിളെ, എൻ്റെ മാപ്പിളെ അത് പണ്ടേ അങ്ങനെ പേര് വിളിച്ചിട്ടില്ല, അതെന്നെ വേദായിന്ന്. നമ്മൾ എൻ്റെ ഏട്ടത്തി ഓറൊന്നും അങ്ങനെ പേര് വിളിക്കില്ല, ഒരാളൊരു പേര് ഇങ്ങനെതല്ലേ. അളിയാൻ്റെ പേര് അസ്രു തന്നെയാണ്, അസുർപ്പിച്ച നന്നായിട്ടത് വിളിക്കൽ. അനിയത്തിൻ്റെ അപ്പളുടെ പേര് സെലീം അങ്ങനെ ഓരോരിങ്ങനെ പേര് ഡയറക്റ്റ് പേര് വിളിക്കല്ലേ. ഞാൻ മാത്രമാണ് പേര് വിളിക്കുന്നത്. എനിക്ക് എന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അതോറ് ഫസ്റ്റ് തന്നെയല്ലേ ഇവിടെ വന്നിട്ട് അമ്മന്നോർ ചൊല്ലിയിട്ട് എന്തിനാ അങ്ങനെ വിളിക്കുന്നത്, പേരെന്നെ വിളിക്കാൻ തന്നിട്ട് ഉമ്മാക്കും അങ്ങനെ പേര് വിളിക്കുന്ന ഇഷ്ടം. അങ്ങനെ ചൊല്ലിട്ടാണ് പിന്നെ അങ്ങനെ ആയത്. അങ്ങനെ ഇപ്പോൾ അസുറായിട്ട് അസുറ തന്നെ ഡയറക്റ്റ് വിളിക്കലില്ല ഞാനിങ്ങനെ. അപ്പോൾ ഇങ്ങനെ ആരോടും പറയുന്നെങ്കിലും പേര് പറയുന്നത്ര അത് ഞാൻ അങ്ങനെ. പിന്നെന്താ അങ്ങനെ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് കോഫി കുടിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ, പിന്നെ നമുക്കിന്ന് ഒന്ന് പുരക്ക് പോകണം, പിന്നെ ഒരു മംഗലത്തിന് പോകാനുണ്ട്. പിന്നെന്താ അതിന് ഓർഡറൊന്നും ഇല്ല. അതുകൊണ്ട് നല്ല റിലാക്സ് ആയിട്ട് ഇന്ന് സാവധാനം ഇതിന് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞിട്ടില്ലേ, ബിസ്ക്കറ്റും ചായയെല്ലാം കുടിച്ചിട്ട് അതിന് ശേഷം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല, ദോശയും പച്ചപ്പയർ മഞ്ഞത്തണ്ണി ഇല്ലേ, നമ്മളെ നാടൻ മഞ്ഞത്തണ്ണി, അതാണ്. അതിൻ്റെ ഇടയ്ക്കൊരു സംഭവം നടന്നിട്ടുണ്ട്, എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഞാനില്ലേ കാണിച്ചും തരാം, പറഞ്ഞു തരാം. ഓക്കെ, ഞാനിങ്ങനെ കറിയും അപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതിന് പച്ചപ്പയർ ഞാൻ രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായി വേഗം വെട്ടുന്നിട്ട്. അങ്ങനെ ഉള്ളി തക്കാളി പച്ചമുളക് അത് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ, എന്നോട് പറയാനൊന്നുമില്ല. ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കുക്കറിട്ട് വേവിക്കുക. മഞ്ഞൾ ചിക്കൻ മസാല ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഓരോന്നിനെല്ലാം. അപ്പോൾ ആരോ പറയുന്നുണ്ട് വെജിനല്ല ചിക്കനിടലെല്ലാം, ഞാൻ ഇടലുണ്ട്. ഞാൻ ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്, കുറവില്ല ടേസ്റ്റിന്. അങ്ങനെ ആക്കിയിട്ട് മൂടിയതിന് ശേഷം ഇല്ലേ കലം പുറന്ന കായ് അതെല്ലാതൊരു സ്റ്റൈൽ വെക്കുന്നുണ്ട്. വെറും ഉപ്പിട്ടിട്ട് പച്ചപ്പയർ മാത്രം വേവിച്ചെടുക്കുക. എന്നിട്ട് അതിൽ ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പല്ലില്ലേ മസാല ആക്കുക. ഒരു ഫ്രൈ പാന് വെക്കുക. അതിൽ കടുവും വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലോട്ടിട്ട് അതിന് ശേഷം ഉള്ളി തക്കാളി പച്ചമുളക് മഞ്ഞൾ ചിക്കൻ മസാല പിന്നെ നമ്മളെ കയ്യിലുള്ള ഗരം മസാല എന്തുള്ള അതിട്ടിട്ട് ഒരു ഇത്തിരി ഇട്ടിട്ടില്ലേ മസാല ആക്കുക. നല്ല പങ്ങല മസാല ആയതിന് ശേഷം ഇല്ലേ ഈ വേവിച്ച് വെച്ച പച്ചപ്പയറില്ലേ ഈ പയറും കൂടി ഇതിലേക്കിട്ട് നല്ല പങ്ങല തിളപ്പിച്ചിട്ടില്ലേ ലാസ്റ്റ് ഒന്ന് മല്ലിച്ചപ്പ് ഇട്ടെങ്കിൽ നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് വരുന്ന പറഞ്ഞാൽ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നതാണെല്ലാം. എന്നിട്ട് ഇങ്ങനെ ഞാൻ പിടിച്ച് ഇതിപ്പോൾ വീഡിയോ സ്പീഡാക്കിന് ഇത്ര സ്പീഡിൽ ചെയ്യുന്നില്ല, വീഡിയോ 2-ലിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക്. തിരക്കിൽ ചെയ്യുമ്പോൾ എന്നൊരു സംഭവം നടക്കുന്നത് എന്നല്ല, ഒരു ചെറിയ ചട്ടിക്ക് തീ പിടിച്ചത്. അങ്ങനെതാ ചിക്കൻ മസാല ഇട്ടതിന് ശേഷം ഞാൻ ഒരു ഇത്തിരി സാമ്പാർ പൗഡറും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ടായിട്ട് മൂടി വെച്ചിട്ടായിട്ട് ഒരു 3-4 വിസിലെന്തോ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു അടുപ്പിൽ കറി വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തിൽ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ദോശ കച്ചെടുക്കുന്നുണ്ട്, എന്നിട്ട് ദോശ ചുടുന്നുണ്ട്. എന്നിട്ടായിട്ട് ഞാനിങ്ങനെ ആ കലം വരുമ്പോൾ ഇല്ല ചെറിയൊരു
ഫ്രൈ പാനില്ലേ, കുഞ്ഞ് ഫ്രൈ പാനിൽ കലം വരുന്നത് അത് തന്നെ വെച്ചിട്ടുണ്ടായിന് ഗ്യാസിൽ. അത് ഗ്യാസിൽ കുറച്ച് തീ എന്തോ ഓവറായെന്ന് തോന്നുന്നു. ഞാൻ അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നോ പണിയെടുക്കാൻ പോയി. ഇത് ചട്ടി ചൂടായി എണ്ണക്ക് തന്നെ തീ പിടിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ കാണുന്നത് നേരെ മുമ്പേ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ പിന്നെ ഒന്നിനെ മൈൻഡ് ആക്കുന്നില്ലല്ലോ. എന്തോ പഠിച്ചോ കാത്തത് നല്ല പടി പഠിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ എന്തൊക്കെ പേയോ ആ തീ ഒന്ന് അണയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്ത് കാട്ടും അതിനാട്ടും പിടിക്കുന്നു. വെള്ളം തീ പിടിച്ചിട്ട് വെള്ളം ഇങ്ങനെ കുട്ടിയാറുണ്ട് പോയിട്ട് പിന്നെ ആളി കത്തുന്നതാണ് എണ്ണക്ക് തീ പിടിച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് അങ്ങോട്ടേക്കും എൻ്റെ മാറ്റിലേക്കും കൊണ്ട് ആ എണ്ണൻ്റെ ഇത് ഇപ്പുറത്തുള്ള മാറ്റിലേക്കും എല്ലാം ഇല്ലേ ഒരു കരിഞ്ഞ പോലെ ഈ ചൂടെണ്ണ കൊണ്ടതല്ലേ 2 മിനിറ്റ് അങ്ങനെ പോയി നിറഞ്ഞാൽ ആ എണ്ണ കൊണ്ടിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ കുറച്ച് അപ്പുറം വെച്ചിട്ടില്ലേ ഒരു നനഞ്ഞ തുണിയില്ലേ ആ തുണി ഇട്ടിട്ട് മുടിയതാണ്. അപ്പോൾ സെറ്റായി. അതാ ഒരു നിമിഷം നല്ല കിളി പോയി നിറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഞാൻ അസ്രോടൊന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അസ്രോ ചോദിക്കുന്നുണ്ട് ഇതെപ്പോൾ ഇങ്ങനെ ആയത് എന്നോട് ചെല്ലിയിട്ടല്ലോ. അങ്ങനെയുള്ള കത്തത് മേടിച്ചിട്ട് നല്ല മേടിച്ച്. അപ്പോൾ ഇനി നമസ്കരിച്ചിട്ട് വല്ലതും ആർക്കണ്ടേ മല പോലെ വരുന്ന ആപ്പത്തിനെ നീ മഞ്ഞ് പോലെ ആക്കണല്ലോ ആ നിലയിലിട്ട്. ഇതിപ്പോൾ സംഭവം എന്തറിയോ ആകെ പിടിക്കേണ്ട കേസാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. പക്ഷെ നമ്മളല്ലാതെ നിസ്കാരവും ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ലേ കിച്ചണിലോട്ട് കയറുന്നത്. എന്താ പോലെ ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ എല്ലാവരും പഠിച്ചോ കാക്കട്ടല്ലേ. ഈ നമ്മ പോലെ അറിയാതെ ഓരോരോ അപകടങ്ങൾ വരുമ്പോൾ ഇല്ലേ അതാക്കണം അങ്ങനെ. അപ്പോൾ അതാ ഓരോന്ന് ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പച്ചപ്പയറും പോകാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ പണിയെടുക്കും. ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും ഉറങ്ങിയിട്ട് എണിച്ചിട്ട് വന്നിട്ടുണ്ടായി. അങ്ങനെ ഓരോന്ന് സെറ്റാക്കിയിട്ട് വീലോട്ട് സാരിക്ക് എന്നെ ഇട്ടുകൊടുത്ത് സാരിയിൽ ഉറങ്ങി. ഇപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായി ഓനക്ക് തൊട്ടിലില്ലേ, ഞാൻ അവനക്ക് തൊട്ടിൽ വേണ്ടിയിട്ടാണ്. ഞാനവന് രാരയിലില്ലേ മറ്റേ സാരി അത് തന്നെയാണ് ഇട്ടത്. ആ തൊട്ടിൽ വേങ്ങി അതിനൊരു വെക്കാനൊരു സ്ഥലമാക്കാൻ കുറച്ച് സ്ഥലമുള്ളവർക്ക് എടുക്കുന്നത്. പിന്നെ അതിനൊരു സ്പേസ് വേറെ തന്നെ വേണം. അന്ന് മീതാധുവിനില്ലേ മറ്റേ ചുരല്ല തൊട്ടില്ല അത് വേണ്ടിയിട്ട് അതിനെ മടക്കാനും കഴിയുന്നില്ല, തിരിക്കാനും കഴിയുന്നില്ല, മറക്കാനും കഴിയുന്നില്ല. അതിനെന്നെ വെക്കാനൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെയല്ലേ ഞാൻ എനിക്ക് വേണ്ടിയില്ല. എന്നിട്ട് ഇപ്പോഴും മസാല ഈ രാരിരത്തിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ തുണീൻ്റെ തൊട്ടിൽ. നല്ല വാങ്ങല മുതലായി പറഞ്ഞാൽ ആകെ 500-300 എത്ര പൈന കൊടുത്തിനെ എത്ര തന്നെ കൊടുത്തിനെ. പക്ഷെ ഇപ്പോഴും നല്ല വാങ്ങൽ ഉറങ്ങുന്നുണ്ട്. അവനക്ക് നേരെ ഒരു സമാധാനത്തിൽ ഉറങ്ങണമെങ്കിൽ അവൻ്റെ ആ രാരിരത്തിൽ തന്നെ ഇടണം. അങ്ങനെ കഥകളെല്ലാം പറയുന്നതിൻ്റെ ഇടയില്ല ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കലം പോരാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പച്ചപ്പയർ 2 വിസിലെന്താക്കിയിട്ട് എടുത്ത് നോക്കുമ്പോൾ വന്നിട്ടില്ല. എന്നിട്ട് ഞാനെന്താക്കി കലം പോരിട്ടായിട്ട് മൂടാൻ നിൽക്കില്ലേ തിരക്കിലെ കലം പോരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ആ ടൈമിൽ ഞാൻ എന്തോ ആയിട്ട് കുറച്ച് അപ്പുറം പോയിട്ടുണ്ടായി. അപ്പോൾ ഇത് ചട്ടി ചൂടായി അതിലേക്ക് തീ പിടിച്ച് എന്തെല്ലായി. അങ്ങനെ നോക്കിയോ ഇപ്പം ഞാൻ വേറെന്തോ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചട്ടിക്ക് തീ പിടിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മളെ വീഡിയോക്ക് ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഒരേ ഒരാളുണ്ട്. അവളിപ്പോൾ ചോദിക്കുമോ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് തീ പിടിപ്പിച്ചതെന്ന് എന്തായാലും ചോദിക്കാൻ കുറപ്പുണ്ട്. പക്ഷെ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഫസ്റ്റ് രാവിലെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലില്ലേ ആ തീ പിടിച്ചതാ നല്ല വാങ്ങല തീ കത്തിയിട്ടില്ലേ നമ്മൾ ഇതാക്കാൻ പിന്നെയും പിടിക്കുന്ന തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ എന്താക്കി അതിനൊരു അപ്പുറത്ത് വെച്ച് ഒരു തുണിയെല്ലാം ഇട്ടിട്ട് മൂടിയിട്ടായിട്ട് അതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. നല്ല പഠിച്ചിട്ടുണ്ടാവും ഞാൻ. പിന്നെ നമുക്കൊരു പേടി വന്നിട്ടാകുമ്പോൾ ഒരു തടിയാകെ ഒരു വേറെ വരുന്നില്ലേ കയ്യും കാലെല്ലാം പറിച്ചിട്ട് നല്ല പഠിച്ചു അങ്ങനെ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്തല്ലോ ഒരു അരമണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിന്. അതിനെല്ലാം ഞാൻ കട്ടാക്കി അതെല്ലാം നിങ്ങൾ കാണിച്ചിട്ട് എന്താക്കാൻ അങ്ങനെ അൽഹംദുലില്ലാ കലം പോരോരോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിട്ടായിട്ട് നമുക്ക് ചൂട് ചായയും ദോശയും പച്ചപ്പയറും കറിയെല്ലാം കഴിക്കാം. എന്നിട്ട് ഉച്ചക്കൊരു മംഗലത്തിന് പോകാനുണ്ട്. പിന്നെ ഒരു ബസ് വന്നിട്ട് കുറേ ദിവസമായി പരിക്കും ഉമ്മാനടുക്ക് പോയിട്ട് ചെയ്യണില്ല. ഏടം പോയിട്ടാണ് മച്ചുഞ്ഞിൻ്റെ ഉമ്മാനയുടെ അമ്മാമാനയുടെ എല്ലാം നമ്മൾ വന്നപാട് മെയിന് പോകുന്ന സ്ഥലമാണ് നമ്മളെ മച്ചുവിൻ്റെ അടുക്കെല്ലാം. അപ്പോൾ അടുക്കൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കില്ലേ പിന്നെ മച്ചുഞ്ചീൻ്റെയും അമ്മാമാരുടെയും പോയിട്ടുണ്ട്. ഇനി മച്ചിൻ്റെ ഇടയിൽ പോകാനുണ്ട് ഇൻഷാ അള്ളാ. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ഓർഡറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിലില്ലേ ഒരു കുറിൻ്റെ ഒരു ഇടപാടുണ്ട്. അതിന് പൈസ ക്യാഷോടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ രാവിലെ തന്നെ പോയിന്. അപ്പോൾ നല്ല അടിപൊളി ഹോർലിക്സും ബ്രെഡ് ടോസ്റ്റെല്ലാക്കി തന്നിന്. കുറച്ച് വലിയ എമൗണ്ടാണ് അങ്ങനെ നമുക്ക് കയ്യിൽ തന്നെ കൊടുക്കാനായിട്ട് പോയത്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് വന്നതിന് ശേഷം ഇല്ലേ പിന്നെ ഇത് ഉച്ചയായിട്ടുണ്ട്. ഏകദേശം ഒരു 1 മണി. ട്രിബോൺ റിസോർട്ടിലാണ് മംഗലുണ്ടായി. നമ്മൾ ആങ്ങളുടെ ഓളാൽ അപ്പൻ്റെ മോക്ക് മംഗലുണ്ടായിന്. അങ്ങനെ അവിടേക്ക് പോയിട്ട് ചോറെല്ലാം വേവിച്ചിട്ടെല്ലാം സെറ്റായതിനു ശേഷം പിന്നെ നമ്മൾ പെരക്കന്നെ വന്ന് എന്നിട്ടായിട്ട് വൈകുന്നേരം പിന്നെ നമ്മൾ പോകുന്നത് എടുക്കറിയോ നമ്മളെ പെരക്ക്. അങ്ങനെ പെരക്ക് പോകുന്നതിൻ്റെ ഇടയിലേ അസ്രു നല്ല സെൽഫി സ്റ്റിക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിന്.
സെൽഫി സ്റ്റിക്കല്ല ആ വണ്ടിക്ക് ഇങ്ങനെ വെക്കുന്ന അതേ സംഭവം ഇതെന്താ എന്തോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോന്നില്ല അതിൽ ഓർമ്മ വരുന്നേ ഇല്ലായിരുന്നു ചെല്ലാനെന്തോ അങ്ങനെ പെരക്ക് പോകുമ്പോൾ ഒരു ഭയങ്കര ഉത്സന്നല്ലേ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ ആൾക്ക് ഡൗട്ടുണ്ട് ഉമ്മാൻ്റെ പുരയുടെ നിൻ്റെ പുരയുടെ അപ്പോൾ ആഴുണ്ടായ ഏഴുണ്ടായെന്നല്ലോ. ഉമ്മാൻ്റെ പുര മൊഗ്രല്ല റഹ്മത്ത് നഗർ, എൻ്റെ പുര മുളിയെടുക്കത്ത്. അപ്പം ഞമ്മോ അമ്മോ അമ്മോ മുള്ളിയെടുക്കത്ത് പുരയാന്ന്. അപ്പം നമ്മളിപ്പോൾ എൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് ഇപ്പം ഞാൻ പുര കെട്ടിയിട്ടുള്ളത് തറവാടിൻ്റെ മുറ്റത്ത്. അങ്ങനെ കുറേ ആൾക്ക് അറിയാം, പക്ഷേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഓരോരാൾക്ക് ഓരോ ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിനെ ഇങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും പൊക്കിച്ചിട്ട് നോക്കുന്നുണ്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. പുരക്ക് പോയിട്ടാകുമ്പോൾ അപ്പെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ആങ്ങളുടെ റിസപ്ഷൻ ഉണ്ട് ഈ മാസം ഈ ലാസ്റ്റിന് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അളപ്പായിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചർച്ചാക്കൽ. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ചാക്കാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഉറല്ല ബിസിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി അപ്പോൾ മെരിയോനെ കണ്ട സന്തോഷത്തിൽ മാഷാ അല്ലാഹ് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട വിതരണം. അങ്ങനെ ചായ കുടിയും മുട്ടയും ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 7-8 മണി നമ്മൾ നാസ്റ്റാക്കാൻ തന്നിട്ടില്ല, എന്തോ തിരക്കുണ്ടായി നസ്രൂന്. അങ്ങനെ വന്നിന് 8 മണി 8:30 ആ ഒരു ടൈമാകുമ്പോൾ നമ്മൾ പെരക്കെത്തിന്. പിന്നെ നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നസ്രുക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മത്തി വേണമെന്ന് തന്നെ ചെല്ലും. മത്തിക്ക് പോയതാണ് നമുക്ക് മത്തിയോടെ ഭയങ്കര അങ്ങനല്ലേ ശസ്ത്രന് ഭയങ്കര ഇഷ്ടം മത്തി. അങ്ങനെ മത്തിയെല്ലാം മേങ്ങിയിട്ട് ഫ്രഷോടെ തന്നെ കറിയാക്കാൻ വേണ്ടിയിട്ട്. ഫ്രഷൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല, ഈ മഴക്കാലമായതുകൊണ്ട് തന്നെ ഐസിടാതെ മീനില്ല ഇപ്പം അല്ലേ. അങ്ങനെ ഉള്ള മീൻ വെച്ചാൽ നമുക്ക് തട്ടി കൂട്ടിയിട്ട് നല്ല നാടൻ മഞ്ഞത്തണ്ണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നാടൻ മഞ്ഞത്തണ്ണിയും മഹതെന്തല്ലോ ചെറുപ്പറ ബിസിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ഒരു മന തന്നെ അസ്കിച്ചുണ്ടത് നല്ല ചിലർ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ആ ടൈമിലില്ലേ ഈ ഡേറ്റ്സില്ലേ ഇതപ്പയം അസ്ര പച്ചത് പോത്തതെല്ലാം ഓർഡിനതിന് അതെല്ലാം കഴിച്ചുകൊണ്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മത്തീൻ്റെ മഞ്ഞത്തണ്ണി ഉണ്ടാക്കുന്നുണ്ട്. നാടൻ സ്റ്റൈലിൽ മത്തി മഞ്ഞത്തണ്ണി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ. അതെങ്ങനെ അറിയാം, നമ്മൾ മുളരക്കണം, നമ്മൾ നാടൻ മുള് അത് പുളിയും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നല്ല പങ്കലച്ചിട്ട് അതിന് ശേഷം ഇല്ലേ ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കി നമുക്ക് ആവശ്യം പോലെ വെക്കാലോ. ഞാൻ ഈ അസ്രു വന്നപ്പം തന്നെ ചെയ്യുക. അസ്രു മഞ്ഞത്തണ്ണി ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് തന്നെ മുളക് സ്റ്റോക്കാക്കിയിട്ട് വെക്കും. അപ്പോൾ എങ്ങനെ അറിയാം ഉണ്ടാക്കുന്നത്, കുറച്ച് തേങ്ങ വെച്ചതിന് ശേഷം ഇല്ലേ കറിവേപ്പിട്ടിട്ടായിട്ട് അതിലേക്ക് ഉള്ളി തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് നല്ലൊരു മസാല പോലെ ആകുമ്പോഴേക്ക് നമ്മൾ ഈ മുളകില്ലേ 2-3 കയ്യിലിട്ടിട്ട് നല്ല പാങ്ങൾ തിളച്ചതിന് ശേഷം വെള്ളമാക്കി കൊടുക്കുക. വെള്ളം കൂട്ടിയിട്ടായിട്ടില്ലേ തിളച്ച് ഒരുമാതിരി തിളക്കണം. ആ തിളച്ചിട്ടായതിന് ശേഷം നമുക്ക് എന്താക്കുക ഫ്രഷോടെ കയറ്റി വെച്ച മീനിട്ട് തിളപ്പിക്കുക. മീനിട്ട് നല്ല പാങ്ങൾ തിളക്കുമ്പോൾ കയ്യിലുള്ള ഉപ്പ് പിന്നെ വെളുത്തുള്ളി കുത്തിയിട്ടില്ലേ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണനെ ഇങ്ങനെ ജസ്റ്റ് മുകളിലേക്ക് കൂട്ടി കൊടുക്കുക. എൻ്റെ മുകളിലേക്ക് കറിവേപ്പിടുക, ഉപ്പ് പുളിയാൻ മറ്റേ തേഞ്ഞിട്ടില്ലെങ്കിൽ പുളി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നല്ല തിളച്ചിട്ടായിട്ടില്ലേ അതൊന്ന് ഇറക്കി വെക്കുമ്പോൾ ഒരു നല്ല ഫ്രഷോടുള്ളൊരു മണമുണ്ട്, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ അപ്പോൾ ഇടയിലെല്ലാം മക്കളും നമ്മളെല്ലാവരും ടേസ്റ്റും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് കഥയെന്ന് അറിയാം, പുഡിങ് അപ്പത്തിന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? എൻ്റെ മക്കളിന് പേരിട്ടിന് എന്തറിയോ, പുഡിങ് അപ്പം എന്നാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സാധാരണ പച്ചരി തേങ്ങാവും ചോറ് കൂട്ടി ഇറക്കുന്നത് അന്നേരമായിട്ട് ഇങ്ങനത്തെ ട്രെയിൽ കൂട്ടുന്ന വെള്ളമാക്കിയിട്ട് കലത്തപ്പത്തിൻ്റെ എല്ലാം ബാറ്ററില്ല ആ ഒരു ബാറ്ററിൽ ഇത് കൂട്ടിയിട്ടില്ല നല്ല പീസാക്കിയിട്ട് ഇങ്ങനത്തെ മഞ്ഞത്തണ്ണിക്കെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന എൻ്റെ ഒരു മറിയാതെ പോലെ എന്ന് പറഞ്ഞാൽ വോയിസ് കൊടുത്തിട്ട് എന്തോ ആയെന്ന് തോന്നുന്നു പടിയെന്ന് അങ്ങനെ. അപ്പോൾ എന്ത് ഇത് പുഡിങ് പോലെ തന്നെ കട്ടാക്കുന്നത് ഇങ്ങനെ സ്ക്വയറായിട്ടും റൗണ്ടായിട്ടും ഏത് ഷേപ്പിൽ നമുക്ക് ഡയമണ്ട് ഷേപ്പ് നമ്മൾ ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ടാക്കിയിട്ടായിട്ട് ഇങ്ങനെ ചൂട് മഞ്ഞത്തണ്ണിയും കൂട്ടിയിട്ട് കഴിക്കാനില്ല മഷാല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കണം. എന്തായാലും എന്തുമില്ല നമ്മളെ കലത്തപ്പത്തിൻ്റെ ബാറ്ററില്ലേ അതരക്കുക. എന്നിട്ട് നമ്മളെ പുരയിൽ സ്റ്റീലിൻ്റെ അതില്ലേ ഹാപ്പി ബർത്ത്ഡേയിൽ കൈ കൊട്ടുന്നുണ്ട് കേക്ക് കുറുക്കി നേരിച്ചിട്ട് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിലേ ഒരു മീഡിയം തിന്നില്ലേ കുട്ടിയൊക്കെ. എന്നിട്ട് ആ പച്ചട്ടിയിൽ ആവി വെച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്ര തന്നെ വേകുമ്പോൾ പച്ചരിയല്ലേ. എന്നിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് എടുത്താൽ മതി. മഞ്ഞത്തണ്ണിക്കെല്ലാം നല്ല ബെസ്റ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, എന്നാലും നോക്ക്. ഇത് ചൂടോടെ കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കുറച്ചപ്പം ഷോർട്ടായിട്ടുണ്ടായിന്. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൽ പുട്ടിൻ്റെ ഇതുണ്ടായിന് രാവിലത്തെ. അങ്ങനെ അതിനെ ഞാൻ പുട്ടും സെറ്റാക്കി കൊടുത്ത് ഈ പുഡിങ്ങപ്പവും മഞ്ഞത്തണ്ണിയും നല്ല
ചൂടോട് കട്ടൻ ചായ എല്ലാം കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടതിന് ശേഷം അത് പിന്നെ നമ്മൾ ഇറങ്ങി. അതല്ല കഥ എന്താ അറിയോ, എപ്പോഴെങ്കിലും അപൂർവം കാണുന്നതാണ് എൻ്റെ കിച്ചൺ ക്ലീനായിട്ട്. അങ്ങനെ ഞാനെല്ലാം ക്ലീൻ ആക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് നോക്കുമ്പോൾ അപ്പല്ല കയറിൻ്റെ പോയത്. അപ്പോൾ ഇൻവെർട്ടർ കണക്ഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാണിക്കാൻ കഴിഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ടാവും. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. അപ്പോൾ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മഹത് ചെന്നുണ്ട് എൻ്റെയും വീഡിയോ എടുക്കുക തന്നെ ഞാനും വാങ്ങാൻ വീഡിയോ കാണിക്കുന്നത് അങ്ങനെ. അപ്പോൾ എല്ലാവരും ഇല്ലേ ഞാൻ പറയുന്ന പോലെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. നിങ്ങളെ ലൈക്കും കമൻറ്റും കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആണത്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.